നമസ്കാരം പ്രിയ പ്രേക്ഷകർ, പേജിലൂടെയിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള മൊത്തം സൈനിക ചെലവ് ഏകദേശം $2.46 ട്രില്യൺ എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഇത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായ വർധനവ് തന്നെയാണ്. രാജ്യങ്ങൾക്കിടയിൽ സൈനിക ശക്തിയുടെ കൂട്ടായ കുതിച്ചുചാട്ടത്തെ ഈ കണക്കുകൾ പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ്. 2025-ൽ $75 ബില്യൺ സൈനിക ബജറ്റുമായി ആഗോളതലത്തിൽ പ്രതിരോധത്തിനായി പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ നാലാമത്തെ വലിയ രാജ്യമെന്ന സ്ഥാനം നമ്മുടെ ഇന്ത്യക്കാണ്. സൈനിക നവീകരണം, തന്ത്രപരമായ തയ്യാറെടുപ്പ്, പ്രതിരോധ ഉൽപ്പാദനത്തിൽ സ്വാശ്രയത്വം എന്നിവയ്ക്കുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയെ ഈ സുപ്രധാന നിക്ഷേപം അടിവരയിടുന്നു. വർദ്ധിച്ചുവരുന്ന സുരക്ഷാ ആശങ്കകളും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും കാരണം വിവിധ രാജ്യങ്ങളിലെ സൈനിക ബജറ്റുകളിൽ ഗണ്യമായ വർധനവ് ആഗോള പ്രതിരോധ ചെലവിന്റെ നിലവിലെ അവസ്ഥ പ്രതിഫലിപ്പിക്കുന്നു. 2025-ൽ ഏറ്റവും വലിയ സൈനിക ബജറ്റുള്ള 10 രാജ്യങ്ങൾ ഇവയാണ്. കണക്കിൽ മുന്നിൽ നിൽക്കുന്ന US പ്രതിരോധത്തിനായി $895 ബില്യൺ അനുവദിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും മികച്ച 5 രാജ്യങ്ങളുടെ സംയുക്ത സൈനിക ബജറ്റിന്റെ ഏകദേശം 62.3% വരും. രണ്ടാം സ്ഥാനം ചൈനയ്ക്കാണ്. US-നെ പിന്തുടർന്ന ചൈന അതിന്റെ സൈന്യത്തിന് $266.85 ബില്യൺ നീക്കിവെച്ചിട്ടുണ്ട്. ആധുനികവൽക്കരണത്തിലും പ്രാദേശിക സുരക്ഷാ സംരംഭങ്ങളിലും പ്രത്യേകിച്ച് ദക്ഷിണ ചൈന കടലിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്ന് എടുത്തു തന്നെ പറയണം. മൂന്നാം സ്ഥാനം റഷ്യയ്ക്കാണ്. $126 ബില്യൺ പ്രതിരോധ ബജറ്റുള്ള റഷ്യ കിഴക്കൻ യൂറോപ്പിലെ സംഘർഷങ്ങൾക്കും തന്ത്രപരമായ അഭിലാഷങ്ങൾക്കും ഇടയിൽ സൈനിക ശേഷികൾ വൻതോതിൽ നിക്ഷേപം നടത്തുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. നാലാം സ്ഥാനം നമ്മുടെ ഇന്ത്യക്കാണ്. പ്രാദേശിക ഭീഷണികളെ അഭിമുഖീകരിക്കുമ്പോൾ പ്രതിരോധ ഉൽപ്പാദനത്തിൽ സൈനിക നവീകരണത്തിനും സ്വാശ്രയത്വത്തിനും പ്രാധാന്യം നൽകുന്ന ഇന്ത്യ $75 ബില്യൺ പ്രതിരോധ ബജറ്റുമായി ആഗോളതലത്തിൽ 4ാം സ്ഥാനത്താണ് നിലകൊള്ളുന്നത്. ഇന്ത്യക്ക് ശേഷം 5ാം സ്ഥാനത്ത് വരുന്നത് സൗദി അറേബ്യയാണ്. $74.76 ബില്യൺ അനുവദിച്ചുകൊണ്ട് മധ്യപൂർവേഷ്യൻ പ്രതിരോധ ചെലവുകളിൽ സൗദി അറേബ്യ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് അവരുടെ നിലവിലുള്ള സുരക്ഷാ പങ്കാളിത്തങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. യുണൈറ്റഡ് കിങ്ഡമാണ് 6ാം സ്ഥാനത്തുള്ളത്. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സാഹചര്യത്തിൽ സൈനിക ശേഷി നിലനിർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് UK $71.5 ബില്യൺ നീക്കിവെച്ചിട്ടുണ്ടെന്നതാണ്. 7ാം സ്ഥാനത്ത് ജപ്പാനാണ്. പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിൽ സ്വയം പ്രതിരോധ സേനയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ജപ്പാന്റെ പ്രതിരോധ ബജറ്റ് $57 ബില്യൺ ആണ്. 8ാം സ്ഥാനം ഓസ്ട്രേലിയയ്ക്കാണ്. $55.7 ബില്യൺ നീക്കിവെപ്പോടെ ഓസ്ട്രേലിയ നൂതന സൈനിക സാങ്കേതിക വിദ്യകളിലും കഴിവുകളിലും നിക്ഷേപം നടത്തുന്നു എന്നതാണ്. 9ാം സ്ഥാനത്ത് വരുന്നത് ഫ്രാൻസ് ആണ്. ഫ്രാൻസിന്റെ പ്രതിരോധ ബജറ്റ് ഏകദേശം $55 ബില്യൺ ആണ്. ഇത് അവരുടെ തന്ത്രപരമായ സൈനിക പ്രവർത്തനങ്ങൾക്കും പ്രതിബദ്ധതകൾക്കും പിന്തുണ നൽകുന്നു. 10ാം സ്ഥാനത്ത് ഉക്രൈനാണ്. ഉക്രൈൻ $53.7 ബില്യൺ ബജറ്റുമായി ആദ്യ 10-ൽ ഇടം നേടി എന്നത് എടുത്തു തന്നെ പറയണം. ഇത് അവരുടെ നിലവിലുള്ള സംഘർഷത്തെയും മെച്ചപ്പെട്ട സൈനിക പിന്തുണയുടെ ആവശ്യകതയെയും പ്രതിഫലിപ്പിക്കുന്നു. ഇന്ത്യയുടെ റാങ്കിങ്ങിൽ സംഭാവന ചെയ്യുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. മാനുഷിക ശക്തി. പ്രതിവർഷം മിലിറ്ററി ഏജിലെത്തുന്ന വ്യക്തികളുടെ എണ്ണത്തിൽ ഇന്ത്യ മുന്നിലാണ്. ലഭ്യമായ മനുഷ്യശക്തിയിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ സ്ഥാനം. അടുത്തതായി വിഭവങ്ങൾ. രാജ്യത്തിൻ്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്ന ഗണ്യമായ പ്രകൃതി വിഭവങ്ങൾ ഇന്ത്യക്കുണ്ട്. ഭൂമിശാസ്ത്രം. തന്ത്രപരമായ സ്ഥാനം ഭൂമിശാസ്ത്രത്തിനുണ്ട്. പ്രതിരോധ തന്ത്രത്തിൽ നിർണായക പങ്ക് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം വഹിക്കുന്നു എന്നതാണ്. ഈ ശക്തികൾ ഉണ്ടായിരുന്നിട്ടും ഹെലികോപ്റ്റർ, കാരിയർ ശക്തി, കടലിലെ മൈൻ യുദ്ധം തുടങ്ങിയ പ്രത്യേക സൈനിക ശേഷികളിൽ താഴ്ന്ന റാങ്കിംഗ് പോലെയുള്ള വെല്ലുവിളികൾ ഇന്ത്യ നേരിടുന്നുണ്ട്. ഒരു ഉന്നത സൈനിക ശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ആഗോള ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ അതിൻ്റെ സേനയെ നവീകരിക്കാനും തന്ത്രപരമായ തയ്യാറെടുപ്പ് വർദ്ധിപ്പിക്കാനുമുള്ള അതിൻ്റെ നിരന്തരമായ ശ്രമങ്ങളെ എടുത്തു കാണിക്കുന്നു എന്നതാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ.